ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് എംബ്രോയ്ഡറി, നെക്ക് ടു യോക്ക് എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിതുപോലെ നെക്കൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് താഴേക്കാണ് നമ്മുടെ പാറ്റേൺസ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഒന്ന് സ്കെയിൽ കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ ഗ്യാപ്പ് തീരെ കുറച്ചിട്ട് താഴേക്ക് വരയ്ക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഓരോ ലൈൻ ഇതുപോലെ കയറി ഇറങ്ങി വേണം വരയ്ക്കാൻ. ഒന്നിന് നീളം കൂടുതലാണെങ്കിൽ അതിൻ്റെ അടുത്ത് വരുന്നത് കുറച്ച് നീളം കുറച്ച് ആ ഒരു രീതിക്ക് വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾ ചെയ്യുമ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലൈൻസിൻ്റെ എണ്ണത്തിലോ അങ്ങനെ ഒന്നും ഒരു കണക്കൊന്നുമില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് യോക്ക് പാർട്ടിലേക്ക് എത്രയാണോ വേണ്ടി വരുന്നത് ആ ഒരു രീതിക്ക് വരച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഈ പാറ്റേൺ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്കിൻ്റെ അവിടെ വരുമ്പോൾ ഗ്യാപ്പ് വരത്തില്ല, ഒരുപാട് ഗ്യാപ്പ് വരില്ല ലൈനുകൾ തമ്മിൽ. താഴേക്ക് വരുമ്പോൾ എന്നാൽ ഗ്യാപ്പ് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വരച്ചാലേ നമുക്ക് ഈ ഒരു ലൈൻസ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ലൈൻസിന് തമ്മിലുള്ള നീളത്തിൻ്റെ വ്യത്യാസമാണ്. ഒരെണ്ണത്തിന് നീളം കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് വരുമ്പോൾ നീളം കുറച്ചിട്ട് വരയ്ക്കേണ്ട. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഇതിനൊരു ഭംഗി വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പാറ്റേൺ വരയ്ക്കണമെന്നുള്ളതിന് ഒരു ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീളമൊക്കെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത്, ഇപ്പം ഞാൻ എടുക്കുന്നത് ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻറ്റിക് കട്ട് ബീഡ്സ് എടുക്കാം കേട്ടോ. അതാകുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൂടെ കിട്ടും. പിന്നെ ഇതുപോലെ ചെറിയ റൗണ്ട് ബീഡ്സ് വേണം, പിന്നെ ആങ്കർ ത്രെഡ് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു യെല്ലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് നല്ല മറ്റൊരു മഞ്ഞ കളറാണല്ലോ നമ്മുടെ തമ്പനയിൽ കണ്ടത്, അത് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ബീഡ്സ് തയ്ച്ചു കൊടുക്കാനായിട്ട് നീഡിൽ നമ്പർ 10 ആണ് ഞാൻ എടുത്തേക്കുന്നത്. നോർമൽ നീഡിൽ നമ്പർ 10 ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ആങ്കർ ത്രെഡ് തയ്ച്ചു കൊടുക്കാനായിട്ട് ഹോൾ വലിപ്പമുള്ള ഒരു നീഡിലാണ് എടുത്തേക്കുന്നത്. നീഡിൽ നമ്പർ 5 മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യമേ നെക്ക് ലൈൻ ഒന്ന് കുറച്ച് കൊടുത്തിരുന്നല്ലോ, ആ ഒരു ബോർഡർ നെക്കിൻ്റെ നമ്മൾ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യണത് നമ്മളുടെ 5 ബീഡ്സ് വെച്ചിട്ട് ഒന്നിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓരോ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 5 ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ ആ ഒരു രീതിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് സെക്യൂർ ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നൂലൊന്നും വിട്ടു പോകാണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏതൊരു വർക്കാണെങ്കിലും നമുക്ക് 1-2 തവണയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമേ അറിയത്തില്ലാത്തവർ ചെയ്യേണ്ട കാര്യം, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ റഫ് ക്ലോത്തിൽ ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് ഫെയർ ക്ലോത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഓരോ ലൈൻസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ ലൈൻസ് വരുന്ന അത്രയും ഭാഗം നമ്മുടെ ബോർഡർ ലൈൻ ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ 5 ബീഡ്സാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു റൗണ്ട് ബീഡ് വരും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ആ റൗണ്ട് ബീഡ് വരും. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ആദ്യമേ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കട്ട് ബീഡ്സ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈൻസ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. നീഡിലിൻ്റെ സൈസസൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നോട് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു നിങ്ങൾ. അപ്പോൾ നീഡിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഓരോ നീഡിലിന് ഓരോ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ നീഡിലിൻ്റെ നമ്പർ പറയാനായിട്ട് എനിക്കറിയത്തില്ല. അത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എംബ്രോയ്ഡറി വർക്കൊക്കെ പഠിക്കുന്നവർക്കായിരിക്കും കൂടുതൽ അറിയാവുന്നത്. എങ്കിലും അറിയാവുന്ന കാര്യം പറഞ്ഞു തരാം. നമ്മൾക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ നീഡിൽ തന്നെ എടുക്കണം. അപ്പോൾ നീഡിലിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച്, അതായത് 10, 11, 12 എന്ന രീതിയിൽ കൂടുന്നതനുസരിച്ച് നീഡിലിൻ്റെ സൈസ് കുറയാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നീഡിൽസ് നിങ്ങൾ കടയിൽ ചെന്ന് ചോദിക്കുക, അവരത് തരും കേട്ടോ. പിന്നെ നമുക്ക് ത്രെഡ് വർക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹോൾ വലിപ്പമുള്ള നീഡിലാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു രീതിക്ക് ചോദിച്ച് മേടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 ലൈൻ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ റിംഗ് നോട്ട്സ് ഇട്ടിട്ട് ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെങ്തിൽ വരുന്ന ലൈനിൻ്റെ ചേർന്നിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇടപെട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഒരു റൗണ്ട് ബീഡ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ചുറ്റും നമുക്ക് റിംഗ് നോട്ട്സ് ഇട്ടിട്ട് ഫ്ലവർ ചെയ്തെടുക്കാം. റിംഗ് നോട്ട്സ് ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ 2-3 വീഡിയോയിൽ റിംഗ് നോട്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ.
പിന്നെ നമ്മൾ വർക്കുകളെല്ലാം ചെയ്യുന്നത് നോർമൽ നീഡിൽ കൊണ്ടാണ്. ഇതൊക്കെ ആരി വർക്കാണെങ്കിലും നമ്മൾ നോർമൽ നീഡിൽ കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇനി ആരി സൂചി കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് കാണിച്ചു തരാമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയില്ല കേട്ടോ. അറിയില്ല എന്ന് പറഞ്ഞാൽ ആരി വർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. എന്നാലും അറിയാവുന്നവർക്ക്, അതായത് പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്യാൻ അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു വർക്കും കൂടിയാണ് ആരി വർക്ക്. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊന്നും അത് അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് കാണിച്ചു തരാത്തത്. പിന്നെ ആരി സൂചിയൊക്കെ ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു വീഡിയോയിൽ എൻ്റെ ഒരു സൂചീസ് എല്ലാം കാണിച്ചിട്ടൊരു ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ്. അതും നോർമൽ നീഡിലുകൊണ്ട് നമുക്ക് ചെയ്ത് ഇടാൻ പറ്റുന്ന ഡിസൈൻസാണ് ചെയ്യണത്. ഇനി പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നോർമൽ നീഡിലുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ ക്ലാസ്സിന് പങ്കെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് പഠിച്ചിട്ട് ചെയ്യണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഡ്രസ്സിൽ ചെയ്തിടാം. അതുപോലെ മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ഫ്ലവേഴ്സും ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ലൈൻസും, അതായത് ഫ്ലവേഴ്സ് ആണെങ്കിൽ ഒന്ന് ഇടവിട്ട് ചെയ്ത് കൊടുക്കുക. ലൈൻസ് എല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ബീഡ്സും റൗണ്ട് ബീഡ്സും വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഡിസൈൻ വളരെ ഭംഗിയായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരിക. ഔട്ട്ലുക്ക് ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുന്നത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക്